അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളായി, ദിക്റുകളായി നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളുടെ അർത്ഥമാണ്, വിശദീകരണമാണ് നമ്മൾ ചൊവ്വാഴ്ചകളിലെ വീഡിയോകളിലൂടെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രഭാതത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്ന, ചോദിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. ഒരു പ്രഭാതം തുടങ്ങുമ്പോൾ അള്ളാഹുവിനോട് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. ഏതാണ് ആ 3 കാര്യങ്ങൾ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവൻ ആഗ്രഹിക്കുന്ന, അവൻ്റെ ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും അവന് സ്വസ്ഥതയും സമാധാനവും നൽകുന്ന 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് മുസ്ലിമിൻ്റെ പ്രഭാതം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് എല്ലാ സുബഹി നമസ്കാരത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രാർത്ഥന അവിടുന്ന് നടത്തിയിരുന്നത്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എന്താണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്? ഇൽമൻ നാഫിഅൻ, നാഫിആയ, ഉപകാരമായ അറിവിനെയാണ്. ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുന്നത് നാഫിആയ ഇൽമിനെ, ഉപകാരപ്രദമായ അറിവിനെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇൽമ് ചോദിക്കുകയാണ്, ഉപകാരപ്രദമായ അറിവിനെ. കാരണം ഓരോ ദിവസവും നമ്മൾ ഒരുപാട് അറിവുകൾ നേടുന്നു. വ്യത്യസ്ത വിജ്ഞാനീയങ്ങൾ, അതും നമ്മുടെ വിരൽത്തുമ്പത്ത് എത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്നാൽ നമ്മുടെ പരലോകത്തിലേക്ക് നമുക്ക് ഗുണം ചെയ്യുന്ന മതപരമായ അറിവ് എത്രത്തോളം ഓരോ ദിവസവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്? ആ ഉപകാരപ്രദമായ അറിവിനെയാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത്. സ്വാഭാവികമായും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനം കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും അറിവ് നേടാൻ, വിശേഷിച്ചും ദീനിയായ, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന, നമുക്ക് കൂടുതൽ അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത് വലിയ പുണ്യമായിട്ടാണ്, ഇബാദത്തായിട്ടാണ്. അൽ ഇൽമു ഇബാദ, അറിവ് നേടുക എന്നുള്ളത് ആരാധനയാണ് എന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും ഉപകാരപ്രദമായ അറിവിനെ അള്ളാഹുവിനോട് ചോദിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ദീന് കേൾക്കാനും പഠിക്കാനും വായിക്കാനുമുള്ള സമയം മാറ്റിവെക്കുകയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതാണ്
ഒന്നാമത് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത്. കാരണം നാഫിആയ ഇൽമിന്, ഉപകാരപ്രദമായ അറിവ് എത്രത്തോളം നമുക്ക് ലഭിക്കുന്നുവോ അത്രത്തോളം സമാധാനമുണ്ടാകും ജീവിതത്തിൽ, സ്വസ്ഥതയുണ്ടാകും ജീവിതത്തിൽ. ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് എന്ന ചിന്തയുണ്ടാകും ജീവിതത്തിൽ. അതുകൊണ്ടാണ് അത് നേടണം എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദീനിൻ്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത് വരിസ്ഖൻ ത്വയ്യിബ, ഉപകാരപ്രദമായ അറിവിന് ശേഷം ചോദിക്കുന്നത് നല്ല റിസ്ഖിനെ, നല്ല ഉപജീവനത്തെ, അഥവാ ഹലാലായ ഉപജീവനത്തെ. ഏതാണ് ഹലാൽ, ഏതാണ് ഹറാം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർവചിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല റിസ്ഖ് അല്ലാഹുവേ നീ എനിക്ക് നൽകണേ. എനിക്ക് റിസ്ഖ് കിട്ടോ ആശങ്കകളാണ് മനുഷ്യന്. അവിടെ എങ്ങനെയെങ്കിലും വെട്ടിപ്പിടിക്കാനല്ല, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാനല്ല, എങ്ങനെയെങ്കിലും ഉപജീവനം നേടാനല്ല, മറിച്ച് ഞാൻ നേടുന്നതെല്ലാം ഹലാലാകണം. അല്ലാഹുവേ എൻ്റെ റിസ്ഖ്, എന്നിലേക്ക് എത്തുന്ന റിസ്ഖ് ഹലാലാക്കി തരണേ, ഹലാലായ മാർഗത്തിലൂടെയാക്കണേ, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണേ, എൻ്റെ കച്ചവടത്തിൽ അതിനുള്ള ബർക്കത്തുണ്ടാക്കണേ. അതൊക്കെയാണ് ശരിക്ക് റിസ്ഖൻ ത്വയ്യിബ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഉപകാരപ്രദമായ അറിവ് ലഭിക്കുന്നു, അതോടൊപ്പം ഹലാലായ റിസ്ഖ് ലഭിക്കുന്നു, അവന് സന്തോഷമായിരിക്കും ജീവിതത്തിൽ, സമാധാനമായിരിക്കും ജീവിതത്തിൽ. ഹറാമ് കഴിക്കുന്നതിനെക്കുറിച്ച്, ഹറാമ് സമ്പാദിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കാനേ പാടുള്ളതല്ല. പുതിയ കാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത കാലഘട്ടം, ഒരു കാലഘട്ടം വരും, അന്ന് ആളുകൾ ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ ഞാൻ സമ്പാദിക്കുന്നത് എന്നു പരിഗണിക്കാത്ത കാലഘട്ടമായിരിക്കുമെന്ന് അവിടുന്ന് താക്കീത് നൽകിയിട്ടുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് തന്നെ സഹാബത്തൊക്കെ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ നോക്കിക്കണ്ടിരുന്നത്. മഹദികളായ സഹാബി വനിതകൾ തങ്ങളുടെ ഭർത്താക്കന്മാരായ സഹാബത്തിനോട് പറയാറുണ്ട്, നിങ്ങൾ പുറത്തുപോയി അധ്വാനിച്ച് നിങ്ങൾക്ക് അതിനുള്ള റിസ്ക് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ തയ്യാറാണ്, പക്ഷേ ഹറാമിൻ്റെ മുതൽ കൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത്. കാരണം നരകത്തി ക്ഷമിക്കാനും സഹിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. ഹറാമായ റിസ്ക്കിനോടുള്ള അവരുടെ കാഴ്ചപ്പാടും സമീപനവും എത്ര സുവ്യക്തമാണ്. അതാണ് രണ്ടാമത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. മൂന്നാമത്തത് വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന കർമ്മത്തെ അള്ളാഹുവെ നൽകണേ. സ്വീകരിക്കപ്പെടുന്ന കർമ്മത്തെ, അഥവാ അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ. അള്ളാഹു സുബ്ഹാനഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാകണം, അള്ളാഹിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കണം. അപ്പോൾ അള്ളാഹിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണമെന്ന് അതുകൊണ്ട് അർത്ഥമാക്കാം. അതുമല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് അമല് ചെയ്യുമ്പോഴാണ് അള്ളാഹ് സ്വീകരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ ചെയ്യുമ്പോഴാണ് സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ എന്നത് ആ പ്രാർത്ഥനയുടെ തേട്ടമാണ്. അതുമല്ല എങ്കിൽ ഈമാനോടെ വിശ്വാസത്തോടെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ എന്നുള്ളത് ആ പ്രാർത്ഥനയുടെ തേട്ടമാണ്. ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് കൂട്ടുക എന്നുള്ളതല്ല, ചെയ്യുന്ന കർമ്മങ്ങൾ ഇഖ്ലാസോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ചെയ്ത് അള്ളാഹു സ്വീകരിക്കുന്ന ദറജയിലേക്ക് കർമ്മങ്ങൾ മാറുക എന്നുള്ളതാണ് ജീവിതത്തിലെ വലിയ സൗഭാഗ്യം. അതുകൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവേ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യം നേടിച്ചേരുന്ന 3 കാര്യങ്ങൾ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ സുബഹി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചിരുന്നത്. ഈ പ്രാർത്ഥന നമ്മൾ മറക്കാതെ ചൊല്ലുക. സുബഹി നമസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥനയിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിൽ വളരെ സിമ്പിളായി ചെറിയ ഒരു പ്രാർത്ഥനയാണ്. അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് ചൊല്ലാൻ നമ്മൾ തയ്യാറാക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവിനെ, വരിസ്ഖൻ തയ്യിബ, നല്ല റിസ്കിനെ, നല്ല ഉപജീവനത്തെ, ഹലാലായ ഉപജീവനത്തെ, വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന കർമ്മത്തെ. ഈ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ, പഠിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അല്ലാഹ് സ്വീകരിക്കുന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാൻ, ഹലാലായ റിസ്ക് മാത്രം സമ്പാദിക്കാനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറകല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.